മക്കളെ, നമ്മുടെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ USSന്റെ പ്രൊവിഷണൽ ആയിട്ടുള്ള ആൻസർ കീ റിലീസ് ചെയ്തിട്ടുണ്ട്. കുറേ നാളായാലും നമ്മുടെ കുട്ടികൾ എല്ലാവരും ചോദിക്കുന്നു, മിസ് എപ്പോഴാണ് ആൻസർ കീ വരിക, എപ്പോൾ റിസൾട്ട് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ കുട്ടികൾ ചാറ്റ് ബോക്സിൽ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണിത്. പ്രൊവിഷണൽ ആയിട്ടുള്ള ആൻസർ കീ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊവിഷണൽ ആൻസർ കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ആൻസർ കീ ആണ്. അതായത് അതന്നെ ആവണം ഫൈനൽ ആൻസർ കീ എന്നുള്ളതിൽ ഫൈനൽ ആൻസർ കീ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ ഇത് ജസ്റ്റ് ടെമ്പററി ആയിട്ടുള്ള ഒരു ആൻസർ കീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് മിസ് ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, നിങ്ങൾ എഴുതിയ ഉത്തരങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നോക്കാനായിട്ട് സാധിക്കും. പിന്നെ അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് അതിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആൻസർ കീ ഒക്കെ നോക്കുന്ന സമയത്ത് അതിലേതെങ്കിലും ആൻസേഴ്സ് നിങ്ങൾ നോക്കുമ്പോൾ അതിൽ തെറ്റാണ്, നിങ്ങൾ പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, അതിൽ കൊടുത്തിട്ടുള്ള ആൻസർ കീ തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ടുള്ള, അത് നിങ്ങൾക്ക് അവരെ ഗവൺമെന്റിനെ ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കും കൂടെ മിസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം, നിങ്ങൾക്ക് വേഗം തന്നെ അതിൽ കംപ്ലയിൻറ്റ് എന്തെങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കറക്റ്റ്, അതിൽ കൊടുത്തിട്ടുള്ള ആൻസർ കീയിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെയും ലിങ്ക് മിസ് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിലിനിപ്പോൾ നിങ്ങൾ ആൻസർ കീ ഒക്കെ നോക്കുന്ന സമയത്ത് ചിലർക്ക് ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടിയവരുണ്ടായിരിക്കും, ചിലർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ആ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതെ പോയിട്ടുള്ള മക്കളോടാണ് മിസ്സിന് പറയാനുള്ളത്. ഇത് നിങ്ങൾ USS കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാ അവസാനിച്ച് അയ്യോ കഴിഞ്ഞ മിസ് എനിക്ക് അതിനുള്ള എന്താ പറയുക വിവരമൊന്നുമില്ല, എനിക്കത് സാധിക്കില്ല എന്നൊന്നും വിചാരിച്ച് തളർന്നൊന്നും പോകരുത്. അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്, ഇനിയും ഒരുപാട് സ്കോളർഷിപ്പ് എക്സാംസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ ആരും എന്ത് ചെയ്യരുത്, തളർന്നു പോകരുത്. നമുക്കിത് ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തല്ലോ, നമ്മൾ ഏറ്റവും നമ്മുടെ ബെസ്റ്റ് തന്നെ നമ്മൾ ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയൊക്കെ എന്താണ്, ഇനിയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്കോളർഷിപ്പ് എക്സാംസ് ഉണ്ട്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയില്ല എന്ന് ആലോചിച്ച് വിഷമിക്കരുത്. അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യും, നല്ല സെറ്റായിട്ട് പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് അടുത്ത നമ്മുടെ 8ാം ക്ലാസ് നല്ല സെറ്റായിട്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ, 7ാം ക്ലാസ്സിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് USS എക്സാം എഴുതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. അതേപോലെ തന്നെ 8ാം ക്ലാസ്സിലും നമ്മുടെ സിലബസ് പഠിച്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല സെറ്റായിട്ട് ആദ്യം മുതലേ തന്നെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ ഒക്കെ അനുസരിച്ച് പഠിച്ചു പോകണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ശക്തി ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിലിപ്പോൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വെക്കേഷൻ ടൈമിൽ നമ്മളിതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ബ്രിഡ്ജ് ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കുട്ടികൾക്ക് മാത്സിൻ്റെ ഒക്കെ ബേസിക്സ് ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. നമുക്ക് അത്രയും ബേസ് ആയിട്ടുള്ള ചില കണക്കുകൾ പോലും കുറേ പേർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം അങ്ങനെ എല്ലാ സബ്ജക്റ്റിൻ്റെ കേസിലും ആ ഒരു ബേസ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബ്രിഡ്ജ് ക്ലാസ്സുകൾ നമ്മൾ വെക്കുന്നത്. അത് വെക്കേഷൻ ടൈമിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേഗം എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരും വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. അത് കൂടാതെ തന്നെ ലൈവ് ക്ലാസ്സുകൾ, PDF ക്ലാസ് നോട്ടുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, വർക്ക്ഷീറ്റുകൾ, എക്സാംസ് ഇതെല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.